ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. ഇപ്പോൾ തെർമോഡൈനാമിക്സ് ഇനി ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. നല്ല തറവായിട്ടത് പഠിച്ചിരിക്കണം. എന്തായാലും ഉറപ്പായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് വരും. ആസ് ഐ ടോൾഡ് യു 20 to 30 മാർക്സ് എന്തായാലും വരും. സോ നിങ്ങൾ കാരണം നീറ്റിലുള്ള ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ ചെയ്യാം, ക്യൂസാറിലെ പ്രോബ്ലംസും ഒക്കെ ചെയ്യാം ഇതിൻ്റെ കൂടെ. ഇപ്പം കീമിലെ 2024 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം കീം 2024. 0.5 of nitrogen gas at 27 degrees centigrade is mixed with 5 mole of oxygen gas at 42 degrees centigrade. അങ്ങനെയാണെങ്കിൽ ദ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ, ആ മിക്സ്ചറിൻ്റെ അപ്പം നമുക്ക് എന്താ അറിയാം, കുറച്ച് നൈട്രജൻ ഗ്യാസ് കുറച്ച് തണുത്തിട്ടാണ്, മറ്റേത് ഇച്ചിരി ഹോട്ടാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പം ഹോട്ടിൽ നിന്ന് ദ എനർജി ആസ് പെർ എനർജി കൺസർവേഷൻ ഓഫ് എനർജി എന്താണ്, heat released or lost by oxygen is equal to heat gained by nitrogen. Okay, N2. So here directly mole തന്നെ തന്നിട്ടുണ്ട്. So N1 into CV1. നമ്മൾ 1 എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ് ഉദ്ദേശിക്കുന്നത്. നൈട്രജൻ ഈസ് 1, ഓക്സിജൻ ആണ് ലോസ് ആയത്, ഓക്സിജൻ ഈസ് 2. സോ NC1 ഇൻറ്റു ഒരു ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് എ ഫൈനൽ ടെമ്പറേച്ചർ. ഫൈനൽ ടെമ്പറേച്ചർ ഇതിനേക്കാൾ എന്തായാലും കൂടുതലായിരിക്കും. സോ T minus 27 വേണ്ട, നമുക്ക് K എഴുതാം. വാട്ട് ഈസ് 27? T ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സോ ദാറ്റ് ഈസ് എത്ര വരും? 300 അല്ലേ, 300 K. സോ ഓക്സിജൻ്റെ ടെമ്പറേച്ചർ അല്ല, ഡയറക്റ്റ്ലി ഇത് തന്നെ ചെയ്താലും കിട്ടുമായിരിക്കും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി 270. 27 ഡിഗ്രി തന്നെ എഴുതിക്കോ. 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് എ ഹീറ്റ് ഗെയിൻഡ് ബൈ നൈട്രജൻ. സോറി, ഇറ്റ് ഈസ് ഹീറ്റ് റിലീസ്ഡ് ബൈ ഓക്സിജൻ ആണ്. ഹീറ്റ് റിലീസ്ഡ് ബൈ ഓക്സിജൻ ആകുമ്പോൾ 42 ആദ്യം എഴുതണം. 42വിനേക്കാളും കുറവായിരിക്കുമല്ലോ നമ്മുടെ ഫൈനൽ മിക്സ് വരുന്നത്. അത് ഹീറ്റ് റിലീസ്ഡ് ബൈ ഓക്സിജൻ, ഹീറ്റ് ഗെയിൻഡ് ബൈ നൈട്രജൻ. നൈട്രജൻ എത്ര കിട്ടും? N ഓഫ് നൈട്രജൻ CV ഓഫ് നൈട്രജൻ ബൈ T minus 27. കാരണം നൈട്രജന് കുറച്ചുകൂടെ ഗെയിൻ കിട്ടുകയാണ്. സോ ആസ് പെർ എനർജി കൺസർവേഷൻ തിയറം ഇത് രണ്ടും സെയിം ആയിരിക്കണം വേണ്ടേ. സോ N1 നൈട്രജൻ്റെ N1 ഈസ് ഓക്സിജൻ. ഓക്സിജൻ്റെ മോൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.5 മോൾ ഓഫ് ഓക്സിജൻ. CV അവർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യത്തിലുള്ള നമ്മളുടെ CV. വാട്ട് ഈസ് എ CV ഇത് രണ്ടും ഡയറ്റോമിക് ആയതുകൊണ്ട് അവർ CV ഈസ് equal to R into F/2. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം രണ്ടിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ആക്ച്വലി V is equal to R into 5/2 തന്നെയാണ്. സോ ലെറ്റ് ഇറ്റ് ബി ദാറ്റ് R into 5/2 into 42 മൈനസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം. അത് രണ്ടും എന്താണ്, ഡയറ്റോമിക്കിൻ്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് രണ്ടും R into 5/2 വരും. സോ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു N2 എത്ര? N2 എന്ന് പറയുന്നതും ഇറ്റ് ഈസ് 0.5 മോളാണ്. സോ ദെൻ അഗെയിൻ ഇറ്റ് ഈസ് R into 5/2 into T minus 27. ഓക്കെ, സോ 0.5 വെട്ടാം, R വെട്ടാം, 5/2 ഇതെല്ലാം സെയിം ആണ്. സോ ജസ്റ്റ് വിൽ ഗെറ്റ് 42 മൈനസ് T is equal to T minus 27. സോ വാട്ട് ഈസ് ആക്ച്വലി ഈ മൈനസ് ടി ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ അല്ലെങ്കിൽ ഈ ടീനെ അങ്ങോട്ട് കൊണ്ടുവരാം. സോ 2T is equal to 42 plus 27. So T is actually the average. 42 plus 27 divided by 2 എത്ര കിട്ടും? 42 27 9 4 2 6 69ൻ്റെ പകുതി എന്ന് വെച്ചാൽ 34 അല്ലേ, 34. സോ 34.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഇത് രണ്ട് സെയിം ആയതുകൊണ്ടാണ് ഇത് ചിലപ്പോൾ ഓക്സിജനും ഇവിടെ ഹൈഡ്രജൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാറും, വ്യത്യാസപ്പെടുത്തും. ബട്ട് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എവറിത്തിങ് ഈസ് ഗിവൺ. വളരെ സിമ്പിളായിട്ട് തന്നിട്ടുണ്ട്. എല്ലാം 0.5 നൈട്രജൻ ഓക്സിജൻ ഒക്കെ ആയതുകൊണ്ട് എല്ലാം ഡയറ്റോമിക് ആണ്. ഡയറ്റോമിക് ആയതുകൊണ്ട് ഡിഗ്രി CV ഈസ് സെയിം. രണ്ടിൻ്റെ CV സെയിം ആണ്, രണ്ടും 0.5 മോളാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ക്യാൻസൽ ചെയ്യാം. അറ്റ് ലാസ്റ്റ് വിൽ ഗെറ്റ് ദ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 34.5. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കീം 2024 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടീം 2024 തന്നെ അല്ലേ, ജസ്റ്റ് മേഡ് മീ 24 തന്നെ ക്വസ്റ്റ്യൻ. സോ വെൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇസ് 0.8 into 10 to the power 24
number of molecules per unit volume ആണ്. Number of molecule per unit volume is given as 0.8 into 10 raised to 24. The mean free path length of its molecule ആ സമയത്ത് number of moles per unit volume ഇതായിരിക്കുമ്പോൾ mean free path for its molecule is 2.2 into 10 raised to minus 5 meters. If the number of molecule per unit volume changes to 1 into 10 raised to 24 ആകുമ്പോൾ then the mean free path. So what is mean free path? Mean free path or lambda mean free path is equal to 1 divided by n into pi d square. N into what is pi d square? അത്രയല്ലേ ഉള്ളൂ. n into pi d square. Sorry, root 2 n into pi d square. So this is the equation for അത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് എഴുതിയേക്കാം. ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞാൽ മീൻ ഫ്രീ പാത്ത് ആണ്. മീൻ ഫ്രീ പാത്ത് ഈസ് ഈക്വൽ 1/√2 ഇൻറ്റു n pi d square. ഈ n എന്ന് പറഞ്ഞ സാധനമാണ് എന്ത്? n is actually the number of molecules per unit volume. So n is given as n1 is given as 0.8 into 10 raised to 24. ആ സമയത്ത് ലാംഡ 1 is given as 2.2 into 10 raised to minus 5 meters. If the number of molecule per unit volume, so പിന്നെ n2 എന്ന് പറയുന്നത് 1 into 10 raised to 24 ആണെങ്കിൽ what will be the lambda 2? So ഇതേമാതിരി തന്നെയാണ് കീമിൽ ഓൾമോസ്റ്റ് എല്ലാം വരുന്നത്. എന്തെങ്കിലുമായിട്ട് കണക്ട്. നമുക്കിപ്പോൾ ഇക്വേഷൻ ഓർമ്മയില്ലെങ്കിൽ പോലും ഇത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ലാംഡ ഈസ് പ്രപ്പോർഷണൽ ടു 1/n, അതായത് നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അതുപോലെ തന്നെ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/d സ്ക്വയർ. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദാറ്റ് മോളിക്യൂൾ. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ദാറ്റ് ഡയമീറ്റർ, അതും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. So lambda is indirectly proportional to 1/n. Lambda is inversely proportional to 1/d square. അത് ഇതിന്ന് എഴുതാൻ പറ്റുമല്ലോ. സോ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? അപ്പം ഇതിനിപ്പോൾ ആവശ്യമില്ല, ഡി അല്ല ചോദിച്ചിരിക്കുന്നത്, നമ്പർ ഓഫ് ഇത് രണ്ടും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ലാംഡ 1 ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ലാംഡ 1/λ2 ഈസ് ഈക്വൽ ടു n2/n1. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ലാംഡ 1 എത്ര തന്നേക്കുന്നത്? 2.2 ഇൻറ്റു 10 raised to minus 5 ലാംഡ 2 നമുക്ക് കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് ഈക്വൽ ടു n1 ഈസ് 0.8 ഇൻറ്റു 10 raised to 24. ഇറ്റ് ഈസ് n1 എന്ന് പറയുന്നത് n2 എന്ന് പറയുന്നതാണ് 1 ഇൻറ്റു 10 raised to 24. n2 എന്ന് പറയുന്ന n1 ആണല്ലോ അടിയിൽ എഴുതേണ്ട, 0.8 ഇൻറ്റു 10 raised to 24. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക, അത്രയും കിട്ടി. ഇനി ലാംഡ 2 എന്ന് പറയുന്നത് അങ്ങോട്ട് പോകുമ്പോൾ 2.2 ഇൻറ്റു 10 raised to minus 5 ഇൻറ്റു 0.8. സോ ഇത് രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്യുക, എത്ര കിട്ടി? 22.8. n2 16 ശേഷമാണ് പറഞ്ഞത് 1.7. അപ്പം 2 രണ്ടും പോയിൻ്റ് ആയതുകൊണ്ട് രണ്ട് സ്ഥാനം മാറ്റി തന്നു. സോ 1.76 ഇൻറ്റു 10 raised to minus 5 മീറ്റർ ആണ് എന്ത്? പിന്നെ ന്യൂ ലാംഡ 2. അങ്ങനെ ഒരു ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഈ ഒരു റിലേഷൻഷിപ്പ്, മീൻ ഫ്രീ പാത്തിൻ്റെ റിലേഷൻഷിപ്പ്, ലാംഡ ഈസ് ഈക്വൽ ടു 1/√2 പൈ ഇൻറ്റു n ഇൻറ്റു 1/√2 pi n d സ്ക്വയർ അല്ലെങ്കിൽ √2 n pi d സ്ക്വയർ. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇക്വേഷൻ ഓർത്തിരിക്കുക, അതായത് ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു n ആൻഡ് ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂളിൻ്റെ സ്ക്വയർ ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂൾ. ഇത് രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ദാറ്റ് ആൻസർ. സോ മിക്കവാറും ചോദ്യം വരുന്നതാണ് മീൻ ഫ്രീ പാത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ RMS വെലോസിറ്റി, മീൻ ഫ്രീ പാത്ത്, ആവറേജ് വെലോസിറ്റി ഒന്നും ഞാൻ ഇതിൽ കണ്ടിട്ടില്ല, ബട്ട് എന്നാലും അത് പറഞ്ഞേക്കാം. ബട്ട് ഈ രണ്ട് കാര്യങ്ങൾ, RMS വെലോസിറ്റി, അത് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലെങ്കിൽ മീൻ ഫ്രീ പാത്ത്, ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തിരിക്കണം. ആ രണ്ടിൻ്റെ ഫോർമുല ഓർത്തിരിക്കണം. RMS വെലോസിറ്റി നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് RMS വെലോസിറ്റി അല്ലെങ്കിൽ VRMS, ഞാൻ മ്യൂ എന്ന് എഴുതാറില്ല, 3RT/m, √3RT/m അല്ലെങ്കിൽ √3KT/m, അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു √3 pressure/ρ. അപ്പോൾ ഇതെല്ലാം VRMSൻ്റെ ഇക്വേഷനാണ്. സോ ഹിയർ ഓൾസോ V ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു √T. അത് ഓർത്താൽ മതി. പ്രഷർ ആണെങ്കിൽ √P ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ഡെൻസിറ്റി. സോ RMS വെലോസിറ്റി അല്ലെങ്കിൽ മീൻ ഫ്രീ പാത്ത്, ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഓർത്ത് വെച്ചോണം, ബൈ ഹാർട്ട് അടിച്ച് വെച്ചോണം ഇക്വേഷൻസ്. അറ്റ്ലീസ്റ്റ് അതിൻ്റെ റിലേഷൻഷിപ്പ് എങ്കിലും ഓർത്തിരിക്കുക. അഗെയിൻ 24-ലെ തന്നെ പ്രോബ്ലം ആണ്. സെയിം വിത്ത് ദിസ് അവർ മീൻ ഫ്രീ പാത്തിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. അതായത് പല ഡേയ്സിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഡേയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, 2 gases under the same thermal condition have same
Same thermal condition, same number of molecules per unit volume. If the respective molecular diameter of the gases are in the ratio 1:3, then their respective mean free path are in the ratio. അപ്പോൾ എന്താ പറയുന്നത്, രണ്ട് ഗ്യാസ് ഉണ്ട്, സെയിം തെർമൽ കണ്ടീഷനാണ്, സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഉണ്ട്. ഡയമീറ്റർ മാത്രം വ്യത്യാസമുണ്ട്, മോളിക്യൂളിന് ഡയമീറ്റർ വ്യത്യാസമുണ്ട്. ദാറ്റ് ഡയമീറ്റർ ഈസ് ഇൻ ദ റേഷ്യോ 1:3 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീൻ ഫ്രീ പാത്തിൻ്റെ റേഷ്യോ, ആ മീൻ ഫ്രീ പാത്ത് എന്താണെന്നറിയാം, ലാംഡ ഈസ് ഈക്വൽ ടു 1/√2n pi d square. This is our mean free path in the ratio. ഇതിൽ പറഞ്ഞേക്കുന്ന രണ്ട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വി നീഡ് ടു നോ λ1/λ2ൻ്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. So here it is given that same thermal condition have same number of molecules. So number of molecules per unit volume ആണ് അവർ n1 എന്ന് പറയുന്നത്. So n1 is equal to n2 എന്ന് പറയുന്നത് n തന്നെയാണ്, വേറൊന്നും പറഞ്ഞിട്ടില്ല. What is their ratio? d1/d2, diameter of 1/diameter of 2 ൻ്റെ റേഷ്യോ 1/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ what is λ1/λ2? So λ1/λ2 എന്ന് പറഞ്ഞാൽ എത്ര വരും? λ1/λ2 is equal to 1/√2 n1 pi d1 square ഡിവൈഡഡ് ബൈ, അതൊന്നും വേണ്ടല്ലോ, ലെറ്റ് ഇറ്റ് ബി, നമുക്ക് ഡയറക്റ്റ് അങ്ങ് കൊടുക്കാം. സോ n സെയിം ആണെന്ന് പറഞ്ഞു, n ഈസ് ക്യാൻസൽ, ഇത് മൂന്ന് സാധനങ്ങളും അപ്പോൾ കോൺസ്റ്റൻ്റ് ആവില്ലേ. സോ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/d². മറ്റേ രീതിയിലൊന്നും പോകണ്ട, ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഇത്രയും നോക്കിയാൽ മതി. സോ ദാറ്റ് മീൻസ് λ1/λ2 ഈസ് ഈക്വൽ ടു d2/d1 the whole square. ഓക്കെ, സോ ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ടാണ് ഇത് മുകളിലേക്ക് d2/d1 ആയത്. സോ വാട്ട് ഈസ് d1/d2 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ d2/d1 ഈസ് ഈക്വൽ ടു 3/1. സോ ഇറ്റ് ഈസ് 3/1 ദ ഹോൾ സ്ക്വയർ, ഇടാൻ മറന്നു പോയത്. സോ ഇറ്റ് ഈസ് 9. സോ ബാക്കി ബോട്ടത്തിൽ എന്ത് വരും? 9:1. സോ ഇറ്റ് ഈസ് λ1 ഈസ് ടു λ2 ഈസ് ഈക്വൽ ടു 9:1. സോ ദാറ്റ് ഈസ് ദ ആൻസർ 9:1. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ, നമ്മൾ ഇങ്ങനെയൊന്നും കോംപ്ലിക്കേഷനിലൊന്നും പോകണ്ട. ഇറ്റ് ഈസ് λ ഈസ് ഇൻഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ to d². So λ1/λ2 is equal to d2/d1 and the whole square. Okay, d2/d1 the whole square. So it is very simple. So കീമിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് 1 minute, വിത്തിൻ 1 minute തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ ദ ഇക്വേഷൻസ്, വി ഷുഡ് നോ വാട്ട് ഈസ് എ പ്രപ്പോർഷണാലിറ്റി, ആൻഡ് അത് നന്നായിട്ട് പഠിച്ച് പരിശ്രമിച്ച് പല പ്രാവശ്യം ചെയ്ത് അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഇതൊക്കെ വരണം. അപ്പോൾ അതൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് വിത്തിൻ 1 minute നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇഫ് യു നോ ഈ ഡയറക്ഷൻ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു d² ആണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് എന്താണ്, തിരിച്ചാണെന്ന്, 9:1 ആണെന്ന് അപ്പം തന്നെ അറിയാം, കാൽക്കുലേഷൻ പോലും ചെയ്യേണ്ട. ഓക്കെ, സോ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പഠിച്ചു വരണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇച്ചിരി കൂടെ ഒരു ലെവലും കൂടെ കൂട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ മീൻ ഫ്രീ പാത്ത് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ അറ്റ് 27 degrees centigrade ഈസ് 10 × 10⁻⁻7 meters, ഇറ്റ്സ് മീൻ ഫ്രീ പാത്ത് അറ്റ് 87 degrees centigrade. അപ്പോൾ ടെമ്പറേച്ചറാണ് തന്നേക്കുന്നത്. ഒരു ടെമ്പറേച്ചറിൽ ഇത്രയാണെങ്കിൽ നെക്സ്റ്റ് ടെമ്പറേച്ചറിൽ വാട്ട്. അപ്പോൾ നമ്മളുടെ യൂഷ്വൽ സാധനത്തിൽ ടെമ്പറേച്ചർ ഇല്ല, അതിനകത്ത് എന്നും നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോള്യവും ഡയമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് മാറ്റണം. സോ അവർ mean free path equation is 1/√2n pi d². സോ ഇതിൽ n എന്ന് പറഞ്ഞാൽ എന്താണ്? n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, പെർ വോളിയം. സോ ഇതിനെ ഞാനൊരു n1 എന്നാക്കുവാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും നമ്മുടെ മറ്റേ. അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു nRT. ഈ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, അതുകൊണ്ടാണ് ഞാനിത് n ആക്കിയത്, നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഈ n-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ, P ഈസ് ഈക്വൽ ടു n/V. അപ്പം നമ്പർ ഓഫ് RT അല്ലെങ്കിൽ n/V ഈസ് ഈക്വൽ ടു എന്താണ്? P/RT. ഈ n/V എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം. സോ നമുക്ക് നമ്പർ ഓഫ് മോൾസ് അല്ല വേണ്ട, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻറ്റു അവഗാഡ്രോസ് നമ്പർ NA. ദാറ്റ് ഈസ് P/RT ഇൻറ്റു NA ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ നമുക്ക് n1 എന്ന് എഴുതാം, നമ്പർ ഓഫ് മോളിക്യൂൾസ്
per unit volume is P by RT, P into NA by RT. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങ് കൺവേർട്ട് ചെയ്ത് എഴുതാം. എന്ത്? ഈ എന്നിൻ്റെ സ്ഥാനത്ത് √2 ഇൻറ്റു ഈ N1 പകരം നമുക്ക് എന്ത് എഴുതാം? P by RT ഇൻറ്റു NA. പിന്നെ പൈ d² അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഈ RT മുകളിലേക്ക് പോവുക. RT by √2 PNA പൈ d². സോ ഇങ്ങനെയും നമുക്ക് എന്ത് എഴുതാം? മീൻ ഫ്രീ പാത്തിനെ എഴുതാം. മീൻ ഫ്രീ പാത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. RT by √2 PNA പൈ d². അപ്പോൾ ഇന്ന് വെച്ച എന്താ? ലാംഡ അല്ലെ മീൻ ഫ്രീ പാത്ത് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്ത്? ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, അത് കുഴപ്പമില്ല. ഇത് കോൺസ്റ്റൻറ്റ്, ദിസ് ഈസ് കോൺസ്റ്റൻറ്റ്, NA പൈ ഒക്കെ കോൺസ്റ്റൻറ്റ്. സോ ദിസ് അവർ our free path velocity, free path is mean free path is mean free path is directly proportional to temperature, inversely proportional to pressure. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ബാക്കിയൊന്നും കുഴപ്പമില്ല. ബാക്കി നമ്മൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം അറിയാം, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു d² അറിയാം. അപ്പോൾ ചിലപ്പോൾ ഇത് ലാംഡൈസ് ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും അതായത് തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. ലാംഡൈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്, അത് ഓർത്ത് വെച്ചേക്കുക. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷറാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു N ആണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു d² ആണ്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഇതെല്ലാം കൊണ്ട് നമ്മൾ ഡെറൈവ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ കാണിച്ചതേ ഉള്ളൂ. ബട്ട് യു ഹാവ് ടു റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. സോ ദാറ്റ് മീൻസ് അവർ ലാംഡയും ടെമ്പറേച്ചറും തമ്മിലാണ് ചോദിച്ചേക്കുന്നത്. മീൻ ഫ്രീ പാത്ത് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ λ1 by λ2 is equal to T1 by T2. So what is λ1? λ1 തന്നിട്ടുള്ളതൊക്കെ എഴുതാം. λ1 is 10 into 10 raised to minus 7 meters and the T1 is given as 27 degrees centigrade. That means 273 plus 27, that means 300 Kelvin. Next is T2. T2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 87 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ദാറ്റ് മീൻസ് 273 പ്ലസ് 87 അല്ലേ? 87 27 അല്ലെങ്കിൽ ഇതിപ്പോൾ 60 360 ആയിരിക്കും. 0 8 8 16 6 ശിഷ്ടമാണ്. ഇറ്റ് ഈസ് 360. സോ ഇറ്റ് ഈസ് 360 Kelvin. So everything we know, what we just substitute in this equation. λ1 we know it as 10 into 10 raised to minus 7 by λ2 is equal to what is T1? 300 by 360. വെട്ടിക്കളയുക, 0 0 വെട്ടി. അപ്പം 6 5 30, 6 6 36. സോ അവർ λ2 ഇങ്ങോട്ട് പോകുന്നു. സോ 10 into 10 raised to minus 7 into 6 by 5. ഓക്കെ, സോ 2 10, 2 12 into 10 raised to minus 7 meters ആണ് നമ്മുടെ ആൻസർ λ2. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായില്ലേ? സോ ജസ്റ്റ് റിമെമ്പർ ദീസ് ഇക്വേഷൻസ്, ദീസ് റിലേഷൻഷിപ്പ്, ഇതൊക്കെ നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. സോ ഇപ്പോഴേ നിങ്ങൾ പഠിക്കുക, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് അതൊന്നൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഹൗ ഇറ്റ് ഈസ്, ഇത് നിങ്ങൾ ആ ഓർഡറിൽ എങ്ങനെയാണ് ഇതൊക്കെ വന്നതെന്ന് പഠിച്ചാൽ മാത്രമേ ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരത്തുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ 6 ആണോ T ആണോ എന്തോ എന്നൊക്കെ മറന്നു. അഥവാ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്കിത് എക്സാമിനേഷൻ ഹാളിൽ അഥവാ വിട്ടുപോയാലും നമുക്കിത് ഡെറൈവ് ചെയ്യാനുള്ള ടൈമും കിട്ടും. ഓക്കെ, ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് അത് ചെയ്യുകയും ചെയ്യാം, ഇൻ കേസ് മറന്നുപോയാൽ. സോ യു ഷുഡ് റിമെമ്പർ ദിസ് തിങ്. 1 by mean free path is inversely proportional to N d² and P directly proportional to T. Okay, next problem. Next question. Okay, in a gas at STP, this is KEAM 2022 ചോദിച്ച ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ. ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ഡു ദിസ് പ്രോബ്ലം. ഓക്കെ, in a gas at STP, if N is the number density of molecule. Number density എന്ന് പറഞ്ഞാൽ അറിയാലോ, N is equal to number of molecules per volume. അത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് N എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് R ഈസ് എ റേഡിയസ്. R എന്ന് പറയുന്നത് റേഡിയസ് ആണ് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് മോളിക്യൂൾ എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂളാണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്, ദാറ്റ് ഈസ് നമ്പർ ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾ. ആൻഡ് R ഈസ് എ റേഡിയസ് ഓഫ് ദ മോളിക്യൂൾ. ദെൻ ദ മീൻ ഫ്രീ പാത്ത് ഓഫ് ദ മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു. മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? 1 by √2 pi into N into d². അപ്പോൾ D അല്ല തന്നേക്കുന്നത്, R ആണ് തന്നേക്കുന്നത്. സോ വി ക്യാൻ ഡയറക്ട്ലി
2 ഇൻറ്റു പൈ ഇൻറ്റു എൻ ഇൻറ്റു ഡീനെ നമുക്ക് എന്ത് എഴുതാം 2r ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 1/√2 ഇൻറ്റു 2√2 വരും അല്ലേ, പൈ ഇൻറ്റു എൻ ഇൻറ്റു ആർ സ്ക്വയർ. സോ nr square. So lambda is inversely proportional to nr square. So that is the equation. It is inversely proportional to എന്നാണ് ചോദിച്ചേക്കുന്നത്. It is inversely proportional to nr square. Option A is the right answer. Very direct question. നമുക്ക് ഇക്വേഷൻ ഓർത്തിരിക്കണം. ഇക്വേഷൻ അധികം ഈ വലിയ ഇക്വേഷൻ ഓർത്തില്ലെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ഇതിനെ ഡെറൈവ് ചെയ്തെടുക്കാം. സോ എപ്പോഴെങ്കിലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ടെമ്പറേച്ചർ ഉള്ളി, ബാക്കി എല്ലാ സാധനവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നെങ്കിലും ഓർത്തിരിക്കാം. ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ സ്ക്വയർ, ബാക്കിയെല്ലാം പി ഒക്കെ ഇൻവേഴ്സ്ലി ആണ്. ഓക്കെ, സോ പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി. ഈ എൻ എന്ന് പറയുന്നത് ഈ മറ്റേ നമ്മുടെ നമ്പർ ഓഫ് മോൾസ് അല്ല, നമ്പർ ഓഫ് മോളിക്യൂൾ പെർ യൂണിറ്റ് വോളിയം ആണ്. അത് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കേണ്ട. എല്ലായിടത്തും എൻ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ബട്ട് സ്റ്റിൽ എന്തായാലും നിങ്ങളിത് എന്തായാലും പഠിച്ചിരിക്കുക. എന്ത് മീൻ ഫ്രീ പാത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. 2026 സ്കീം 2026 പ്രോബ്ലം ആണ്. ദ മീൻ ഫ്രീ പാത്ത് ഓഫ് moving gas molecule is expressed as alpha and it is proportional to n raised to x d raised to y, where n is the number of molecules per unit volume and d is the size of the molecule. ഇതാണ് റിലേഷൻഷിപ്പ് തന്നേക്കുവാണ്. Then the values of x and y respectively. So it is given as mean free path alpha. നമ്മുടെ ഈ ഇതെന്ത് വരുന്നു, ലാംഡയ്ക്ക് പകരം കാണിച്ചേക്കുന്നതാണ് ആൽഫ. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദിസ് മീൻ ഫ്രീ പാത്ത് ഈസ് പ്രപ്പോർഷണൽ ടു എൻ സ്ക്വയർ അല്ല എൻ റേസ് ടു എക്സ് ഡി റേസ് ടു വൈ. എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആൻഡ് ഡി ഈസ് ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂൾ. ഇത് രണ്ടും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സൈസ് ഓഫ് ദ മോളിക്യൂൾ. സോ വി നോ ദാറ്റ് അവർ ലാംഡ അല്ലെങ്കിൽ ഇവിടുത്തെ കേസിൽ ആൽഫ മീൻ ഫ്രീ പാത്ത് ഈസ് ഈക്വൽ ടു 1/√2 പൈ എൻ ഡി സ്ക്വയർ. സോ ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ ആൽഫ ഈസ് പ്രപ്പോർഷണൽ ടു 1/n ഡി സ്ക്വയർ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഈസ് പ്രപ്പോർഷണൽ ടു എന്നിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ n റേസ് ടു -1 ഡി റേസ് ടു -2. ഓക്കെ, ഇതല്ലേ അതിനകത്ത് തന്നേക്കുന്നത്. ദിസ് മീൻ ഫ്രീ പാത്ത് ഈസ് പ്രപ്പോർഷണൽ ടു n റേസ് ടു x d raised to n. So we know that alpha is proportional to n raised to -1 d raised to -2. So x is equal to -1, y is equal to -2. So this is the answer. Every x is equal to -1, y is equal to -2. ഓക്കെ, ദാറ്റ്സ് ഓൾസോ. ഇനി ഇതൊന്നും അറിയത്തില്ല, ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുണ്ട്. കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാം ഇത് 1/n ആണെന്ന് നമുക്ക് എന്തായാലും അറിയാം, ഡി സ്ക്വയർ ആണെന്നും അറിയാം. സോ n ആകുമ്പോൾ 1/n. സോ n റേസ് ടു -1. n റേസ് ടു -1 ഉള്ള ഒരേ ഒരു ഓപ്ഷൻ ഇതിനകത്തുള്ളൂ. അപ്പം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്തായാലും ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ്? എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ വോളിയം യൂണിറ്റ് വോളിയം. സോ ദാറ്റ് മീൻസ് അവർ ലാംഡ ഓർ മീൻ ഫ്രീ പാത്ത് it is 1/√2 പൈ എൻ ഡി സ്ക്വയർ. ഇത് വെച്ചിട്ടുള്ള എന്തായാലും ഒരു പ്രോബ്ലം എന്തായാലും വരും. സോ ബാക്കിയുള്ളത് നമ്മുടെ